പ്രജിത്ത്, ഈ 62-കാരിയുടെ ഇന്ന് രാവിലെ ഈ പുഴയിൽ നിന്ന് ലഭിച്ച ആ മൃതദേഹം, 62-കാരിയുടെ സണ്ണു എന്ന ആ സ്ത്രീയുടെ മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവരുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ദുരിതമാണ്. അവരുടെ വീടിന്റെ തറയാണ്, ആ തറയിലാണ് അവരെ കടത്തിയിരിക്കുന്നത്. ബാക്കി ചുമരും മറ്റ് എല്ലാ വീട്ടിലെ സാമഗ്രികളുമൊക്കെ ഈ നദിയുടെ ഒരു കുത്തൊഴുക്കിൽ അന്ന് ഒലിച്ചുപോയി. സംഹാര താണ്ഡവമാടിയ ഈ ഗംഗാവലി പുഴ ഒലിച്ച് നദി ഈ വീടും അതുപോലെ തന്നെ അവരെയുമൊക്കെ ഇവിടുന്ന് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്നിപ്പോഴെന്തായാലും അവരുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കിട്ടിയത്. ഇന്ന് രാവിലെ കിട്ടി ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അവരുടെ വീട്ടിലേക്ക് തന്നെ അപകട സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? പ്രജിത്ത്, അപകട സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്ററോളം ദൂരത്താണ് ഈ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ഈ കണ്ടെത്തിയ സമയത്ത് തന്നെ ഇത് ആരുടേതെന്ന് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചില്ല. പിന്നീടാണ് സ്ത്രീയുടെ മൃതദേഹമാണ് ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ ഈ സണ്ണു എന്ന 62-കാരിയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടായത്. അതിനുശേഷം ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിൽ ഈ പ്രദേശവാസികളൊക്കെ ഉണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ വീടൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പ്രദേശത്തുള്ള വീടുകൾ മുഴുവനും 6ഓളം വീടുകളാണ് ഈ പ്രദേശത്ത് നിന്ന് ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. ആ മല ശിരൂരിലെ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ സമയത്ത് അതങ്ങനെ ആ മണ്ണ് മുഴുവൻ ഈ പുഴയിലേക്ക് അടിഞ്ഞുകൂടി. പുഴ ഗതിമാറി ഒഴുകി. ആ പുഴ ഈ കരയിലേക്ക് കയറി തൊട്ടുപുറത്തുള്ള ഇത് അങ്കോല താലൂക്കിലെ ഒളവറൈ എന്ന സ്ഥലമാണ്. ഈ പ്രദേശത്തെ 30ഓളം വീടുകളുണ്ടായിരുന്നു. ഈ 30ഓളം വീടുകളിൽ 6 വീടുകൾ പൂർണ്ണമായും ഈ നദി ഒഴുക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. ആ അപകടത്തിൽ അപ്രതീക്ഷിതമായി വന്ന കുത്തൊഴുക്കിൽ ജീവൻ നഷ്ടമായ 62-കാരിയായ വയോധികയാണ്. അവരുടെ മൃതദേഹം ഇന്ന് രാവിലെ കിട്ടി. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ പ്രദേശവാസികളൊക്കെ തന്നെ കുത്തിയൊലിച്ചെത്തിയ മണ്ണുമല ഗംഗാവലി നദിയുടെ മറുകരയിലും ഉണ്ടാക്കിയ നാശനഷ്ടം അത് വളരെ വലുതാണ്. നടുക്കുന്ന ദൃശ്യങ്ങളാണത്. ഇന്ന് ഒരു 62-കാരിയുടെ മൃതദേഹം 12 കിലോമീറ്റർ അകലെ നിന്ന്, ഈ അപകടം നടന്നതിന് 12 കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അരുൺ പാറക്കൽ.